1905 ജൂലൈ 18 കവരത്തി, മിനിക്കോയ്, അമിനി ദ്വീപുകളടങ്ങുന്ന ലക്ഷദ്വീപ് സമൂഹം അറക്കൽ കുടുംബം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു നൽകിയത്. അന്ന് അറക്കൽ സ്ഥാനപതിയായിരുന്ന ആദിരാജ ഇംബിജി ബീവിയാണ് അന്നത്തെ മലബാർ ആക്ടിംഗ് കളക്ടർ ഫ്രാങ്ക്ലിനുമായി ദ്വീപ് സമൂഹം വിട്ടു നൽകിക്കൊണ്ടുള്ള ഉടമ്പടി കരാർ ഉണ്ടാക്കിയത്. ഈ കരാർ പ്രകാരം ദ്വീപ് വിട്ടു നൽകുന്നതിനുള്ള പ്രത്യുപകാരമായി പ്രതിമാസം 1916 രൂപ 20 പൈസ മാലിഖാന എന്ന പ്രതിമാസ പെൻഷനായി അറക്കൽ സ്ഥാനപതിക്ക് നൽകാനും വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷവും പ്രതിമാസം അറക്കൽ ബീബിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് തുച്ഛമായ ഈ തുക മാത്രമാണ്. ഇത് രാജവംശത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അറക്കൽ കുടുംബം വിലയിരുത്തുന്നു. 100 വർഷം കഴിഞ്ഞിട്ടെങ്കിലും അതൊന്ന് എൻഹാൻസ് ചെയ്ത് ഇന്നത്തെ ഈ റേറ്റിൽ അവർക്ക് കൊടുക്കണമെന്ന് കത്തെഴുതിയിട്ടുണ്ട്. ലഭിക്കുന്ന തുകയിൽ പകുതി പണം അറക്കൽ ബീബിക്ക് സുൽത്താൻ പദവി നിലനിർത്തുന്നതിനും ബാക്കി തുക ആദിരാജ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള ജീവിത ചെലവിനും നൽകാനായിരുന്നു വ്യവസ്ഥ. 2007 ചുമതലയേറ്റ അറക്കൽ ആദിരാജ സൈനബ ആയിഷ ബീബിയാണ് ഇപ്പോഴത്തെ കൊട്ടാരം സ്ഥാനപതി. 2007 മുതൽ തന്നെ സർക്കാരിന് അറക്കൽ കുടുംബം പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.